Today we are going to discuss pricing under collusion or collusive oligopoly. In the last class we have discussed price output determination under price leadership, that is price leadership by a dominant firm. Then second case, price leadership by low cost firm, and third case is this pricing under collusion. The term collusion means to play together. Collusion meaning to play together. The oligopolistic firms arrive at a formal agreement about price, output, etc. instead of competing with each other. ഇപ്പോൾ ഇവിടെ ഈ ഒരു കൊലിസീവ് ഒളിഗോപോളിസ്റ്റിക് ഫേംസ് എന്താ ചെയ്യുക, ഒരു ഫോർമൽ അഗ്രിമെന്റിലെത്തും, കോമൺ ആയിട്ട് ഒരു അഗ്രിമെന്റിലെത്തും അബൌട്ട് പ്രൈസ്, ഔട്ട്പുട്ട്, പ്രൈസിനെ കുറിച്ചും ഔട്ട്പുട്ടിനെ കുറിച്ചും ഒക്കെ ഒരു ഫോർമൽ അഗ്രിമെന്റിലെത്തും. അവർ എന്ത് ചെയ്യുന്നില്ല, കോമ്പീറ്റ് ചെയ്യാതെ എന്ത് ചെയ്യും, ഒരു ഫോർമലായിട്ട് അവർ ഫോളോ ചെയ്യേണ്ട പ്രൈസിനെ കുറിച്ചും ഔട്ട്പുട്ടിനെ കുറിച്ചും ഒരു കോമൺ അഗ്രിമെന്റിലെത്തുക. സച്ച് ആൻ അഗ്രിമെന്റ് ഈസ് കോൾഡ് കൊല്യൂഷൻ. അങ്ങനെയുള്ള അഗ്രിമെന്റിനെയാണ് നമ്മൾ കൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്നതിന് പകരം അവർ കോമൺ ആയിട്ട് ഒരു അഗ്രിമെന്റിലെത്തും. പ്രൈസിനെ കുറിച്ചിട്ട്, പ്രൈസ് എത്രത്തോളം ചാർജ് ചെയ്യണം, എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, അതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, ഒരു ഫോർമൽ അഗ്രിമെന്റിലെത്തും. സച്ച് ആൻ അഗ്രിമെന്റ് ഈസ് കോൾഡ് കൊല്യൂഷൻ. ഈ കൊല്യൂഷൻ തന്നെ വേരിയസ് ഫോംസിലുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് കൊല്യൂഷൻ ആണ് കാർട്ടൽ. Important form ആണ് cartel. The cartel is a common sales agency formed to eliminate competition and fix such a price and output that will maximize profits of the member firms. Cartel എന്ന് പറയുന്നതാണ് ഒരു കോമൺ സെയിൽസ് ഏജൻസിയാണ്. ഇവിടെ എന്തിനു വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ട്, ടു എലിമിനേറ്റ് കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു കോമൺ സെയിൽസ് ഏജൻസിയാണ് കാർട്ടൽ. അവരെന്താ ചെയ്യുക, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, അവർ ഫിക്സ് ചെയ്യുന്നു. That will maximize profits of the member firms. അവിടെയുള്ള മെമ്പർ ഫേംസിന്റെ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യാനുള്ള രൂപത്തിൽ എന്ത് ചെയ്യും, പ്രൈസും ഔട്ട്പുട്ടും അവർ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കാർട്ടൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമൺ സെയിൽസ് ഏജൻസി formed to eliminate competition and fix such a price and output that will maximize profits of the member firms. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കാർട്ടൽ മെയിനായിട്ട് നമുക്ക് അറിയുന്ന ഒരു കാർട്ടലാണ് ഒപെക്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഒപെക്. എക്സാമ്പിൾ, കാർട്ടലിന് എക്സാമ്പിൾ ആണ് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഇതൊരു ഒപെക് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് നാഷൻസ് ആണ് ദാറ്റ് സെൽസ് ഓയിൽ ഓൺ ദ വേൾഡ് മാർക്കറ്റ്. വേൾഡ് മാർക്കറ്റിൽ ഓയിൽ സെല് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് നാഷൻസ് ആണ് എന്ത്, ഒപെക് എന്ന് പറഞ്ഞാൽ. ഇവിടെ കാർട്ടലാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയിൽ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് കാർട്ടലാണ്. The cartel determines the equilibrium total output as well as equilibrium quantity of output for each member firm. അതിലുള്ള ആ കാർട്ടലിലെ മെമ്പർ ഫേംസിന്റെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും ഇക്വിലിബ്രിയം അതുപോലെ പ്രൈസും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്, കാർട്ടലാണ്. ഓക്കെ, നമ്മൾക്കൊരു ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇവിടെ നമ്മൾ രണ്ട് ഫേംസ് ആണ് ഇൻഡസ്ട്രിയിലുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ഫേം എ ആൻഡ് ബി. ഇവിടെ ഇൻഡസ്ട്രിയിൽ രണ്ട് ഫേം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമ്മൾ ഫേം എയും ഫേം ബിയും ആണ് ഇവിടെ ഉള്ളത്, രണ്ട് ഫേംസ് ഇൻഡസ്ട്രിയിൽ. The cartel first calculate the marginal cost and marginal revenue for the industry. ഇവിടെ ഇൻഡസ്ട്രിയുടെ മാർജിനൽ കോസ്റ്റും അതുപോലെ തന്നെ മാർജിനൽ റവന്യൂ കാർട്ടലിന്റെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻഡസ്ട്രിയുടെ നോക്കുക, എം സി ഇസ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രി. ഇവിടെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ മാർജിനൽ കോസ്റ്റ്, ഇത് മാർജിനൽ കോസ്റ്റ് കർവ് ഓഫ് ഇൻഡസ്ട്രി ആണ്. ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്താണ്, ഇവിടെ ഇൻഡസ്ട്രിയുടേതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ എം സി എന്ന് പറഞ്ഞത് മാർജിനൽ കോസ്റ്റ് കർവ് ആണ് ഇൻഡസ്ട്രിയുടേത്. And MC1 MC2 are the marginal cost of A and B respectively. ഇവിടെ MC1 എന്ന് പറയുന്നത് ഫേം എയുടെ മാർജിനൽ കോസ്റ്റ് കർവ്, MC2 എന്ന് പറയുന്നത്
ഫേം ബിയുടെ മാർജിനൽ കോസ്റ്റ് കർവ് ആണ്. ഇവിടെ മാർജിനൽ കോസ്റ്റ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഓഫ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ദ ടു ഫേംസ്. ഈ രണ്ട് ഫേംസിന് ഫേം എയുടെയും ഫേം ബിയുടെയും മാർജിനൽ കോസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇൻഡസ്ട്രിയുടെ മാർജിനൽ കോസ്റ്റ്. On the basis of industries MR and MC, the total output for the industry is determined. ഇവിടെ ഇൻഡസ്ട്രിയുടെ MR, ഇൻഡസ്ട്രിയുടെ മാർജിനൽ റവന്യൂയും മാർജിനൽ കോസ്റ്റും നമ്മൾ നോക്കിയിട്ടാണ്, ആ ഇൻഡസ്ട്രിയുടെ MR ആൻഡ് MC നോക്കിയിട്ടാണ് ടോട്ടൽ ഔട്ട്പുട്ട്, ഇൻഡസ്ട്രിയുടെ ടോട്ടൽ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഒരു MRഉം MCയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. The total output is then allocated between the member firms on the basis of their own MC. ഈ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് ഇവിടെ OQ എന്നുള്ളതാണ് ടോട്ടൽ ഔട്ട്പുട്ട്. ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡിവിജ്വൽ ഫേംസിന്റെ ഓരോ ഫേമിന്റെയും MC MR നോക്കിയിട്ട് MC നോക്കിയിട്ട് മാർജിനൽ കോസ്റ്റ് ഓരോ ഫേമിനും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഫേമിനും അലോക്കേറ്റ് ചെയ്യുന്നത്. The industry is in equilibrium at point E. ഇവിടെ ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ്. ഇവിടെ MCയും MRഉം ഈക്വൽ ആവുന്ന ഒരു പോയിന്റ്, ഇവിടെ E എന്നുള്ളതാണ് എന്ത്, ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ഇവിടെയാണ് MC MR ഈക്വൽ ആവുന്നത്. The equilibrium output is OQ. ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് OQ ആണ്, ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് OQ ആണ്. And the price is QP. ഇവിടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ QP ആണ്, QP. ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ്, ഇതാണ് OQ എന്നാണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഇൻഡസ്ട്രിയുടെ. The share of each firm in the industry output OQ is determined at the level of their own output, which equates their individual MC with the industry's MC. അപ്പോൾ ഇവിടെ ഓരോ ഫേമിൻ്റെയും, ഇൻഡസ്ട്രിയിലുള്ള ഓരോ ഫേമിൻ്റെയും ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമിൻ അറ്റ് ദ ലെവൽ ഓഫ് ദെയർ ഓൺ ഔട്ട്പുട്ട്. ഇവിടെ ഓരോ ഫേമിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ഓഫ് ഈച്ച് ഫേം ഇൻ ദ ഇൻഡസ്ട്രി ഔട്ട്പുട്ട് OQ is determined at the level of their own output, which equates their individual MC with the industry's MC. ഇൻഡിവിജ്വൽ ഓരോ ഫേമിന് ഇൻഡിവിജ്വൽ MCയും ഇൻഡസ്ട്രിയുടെ MCയും ഇക്വേറ്റ് ചെയ്യുന്ന ആ രീതിയിലാണ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. The industry's marginal cost EQ is determined at point E. ഇവിടെ ഇൻഡസ്ട്രിയുടെ മാർജിനൽ കോസ്റ്റ് EQ, ഇവിടെ ഇൻഡസ്ട്രിയുടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ EQ ആണ്. അത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, ഡിറ്റർമിൻ ചെയ്യുന്നത് E എന്നുള്ള പോയിന്റിലാണ്. വേർ MC is equal to MR. ഇവിടെ MC MR ഈക്വൽ ആവുന്ന പോയിന്റിലാണ് EQ ഡിറ്റർമിൻ ചെയ്യുന്നത്. The share of output and sale of each firm can be obtained. ഇവിടെ ഓരോ ഫേമിൻ്റെയും ഷെയർ ഓഫ് ഔട്ട്പുട്ടും സെയിലും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബൈ ഡ്രോയിങ് എ ലൈൻ ഫ്രം പോയിന്റ് E. ഒരു ലൈന് വരക്കുക. ഈ ഒരു E എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു ലൈൻ ഇവിടെ എങ്ങോട്ട്, പാരലൽ ടു എക്സ് ആക്സിസ്. ഇവിടെ പാരലൽ ആയിട്ട്, ഇവിടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഈ ലൈനാണ് പറയുന്നത്. പാരലൽ ടു എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരക്കുക. ത്രൂ MC2 ആൻഡ് MC1 ടു ദ Y ആക്സിസ്. MC ഇവിടെ ഇതാണ് MC2, ഇതാണ് MC1. ഈ ലൈൻ E എന്നുള്ള പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ MC2യിലൂടെ അതേപോലെ MC1യിലൂടെയും Y ആക്സിസിലേക്ക് ഒരു ലൈന് വരയ്ക്കുക. The points of intersection E1 and E2 determine. ഇവിടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ E2, ഇവിടെ E2 എന്നുള്ള ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ഇവിടെ ഈ ഒരു പോയിന്റ് MC2 ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ലൈനിനെ, അതാണ് E2. ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് E1 ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് E2, അതുപോലെ തന്നെ E1 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഫോർ ഫേം A ആൻഡ് B റെസ്പെക്റ്റീവ്ലി. ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ E1 എന്ന് പറഞ്ഞാൽ അതുപോലെ E2 എന്നുള്ളത് ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് A എന്നുള്ള ഫേമിൻ്റെ ഔട്ട്പുട്ട് അതുപോലെ B എന്നുള്ള ഫേമിൻ്റെ ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യുന്നത് ആ രണ്ട് പോയിന്റ്സ്, അവിടെ E1ഉം ഇവിടെ E2 ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. Thus, the market share of firm A is determined at OQ1. ഇവിടെ മാർക്കറ്റ് ഷെയർ, ഫേം എയുടെ മാർക്കറ്റ് ഷെയർ ഡിറ്റർമിൻ ചെയ്യുന്നത് OP1 ആണ്. OP1
സോറി OQ1 ആണ് ഇവിടെ OQ1 ഇതാണ് മാർക്കറ്റ് ഷെയർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുമ്പോൾ OQ2 ആണ് എന്ന് മനസ്സിലാക്കാം. It should be noted that OQ1 plus OQ2 is equal to OQ1 ഉം OQ2 ഉം ആഡ് ചെയ്തതാണ് ഈ OQ എന്ന് പറഞ്ഞാൽ. The cost per unit of firm A is Q1C1. കോസ്റ്റ് പെർ യൂണിറ്റ് ഫേം എയുടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ Q1C1 ആണ്. ഇതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഇതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഈ ആവറേജ് കോസ്റ്റിലേക്ക് വരുന്ന ഈ ഒരു പോയിന്റ് Q1C1 ആണ് എയുടെ കോസ്റ്റ് പെർ യൂണിറ്റ്. അതേപോലെ ഫേം ബിയുടേത് Q2C2 ആണ് ഫേം ബിയുടെ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇൻഡസ്ട്രീസ് പ്രൈസ് പെർ യൂണിറ്റ് ഈസ് QP. ഇൻഡസ്ട്രിയുടെ പ്രൈസ് പെർ യൂണിറ്റ് പറഞ്ഞാൽ QP ആണ്. The total profit of the two firms can be computed. Total profit of the two firms can be computed as. ഇവിടെ രണ്ട് ഫേംസിന് ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. പ്രൈസ് പെർ യൂണിറ്റ് കോസ്റ്റ് മൈനസ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇവിടെ QP മൈനസ് Q1C. QP എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് Q1C1 മൈനസ് ചെയ്യാം. Q1C1 മൈനസ് ചെയ്യാം. അതെ ഇൻറ്റു OQ1 എന്ന് പറയുമ്പോൾ OQ1 പ്ലസ് അതിനോട് കൂടി ഏത് ആഡ് ചെയ്യാം QP മൈനസ് Q2C2. ഈ QP ന്ന് Q2C2 എന്നുള്ള ആ കോസ്റ്റ് മൈനസ് ചെയ്യുക ഇൻറ്റു OQ2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ദ മാക്സിമം. ഇതാണ് ടോട്ടൽ മാക്സിമം പ്രോഫിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കാർട്ടൽ അല്ലെങ്കിൽ കൊല്യൂഷനിൽ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.